അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പരിശുദ്ധ റബീഉൽ അവ്വലിലെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവാണ് നാളെ നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു അമൂല്യമായിട്ടുള്ള ഒരു ദിക്റിനെ കുറിച്ചിട്ടാണ്. ആത്മാർത്ഥമായിക്കൊണ്ട് ഈ ഒരു ദിക്റിനെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു തആല നിങ്ങളെ തൊട്ട് ഇല്ലാതെയാക്കും. സമ്പത്തിൽ എത്ര കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിലും, വരുമാനം തീരെ കയ്യിൽ നിൽക്കാത്ത വ്യക്തിയാണെങ്കിലും, കിട്ടുന്ന വരുമാനത്തിൽ യാതൊരു വിധത്തിലുള്ള ബർക്കത്തും റഹ്മത്തും ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ പോലും, എത്രയോ ലക്ഷങ്ങൾ കണക്കിന് കോടിക്കണക്കിന് നിങ്ങൾക്ക് കടം ഉള്ള വ്യക്തി ആണെങ്കിൽ പോലും, ഈ ഒരു ചെറിയ ദിക്ർ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികപരമായ എല്ലാ ബുദ്ധിമുട്ടുകളെയും നീക്കം ചെയ്യുവാൻ സാധിക്കും. ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. സാമ്പത്തികപരമായ ഞെരുക്കങ്ങൾ കൊണ്ട് ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി ആത്മഹത്യ ചെയ്താലോ എന്ന് കരുതുന്ന ആളുകൾ, പ്രയാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. കടം കൊണ്ട് ജീവിതം താറുമാറായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അവരൊക്കെ ചിന്തിക്കുന്നുണ്ടാകും, കടം ഒന്ന് വീട് കിട്ടിയിരുന്നെങ്കിൽ എങ്കിൽ. ചില ആളുകൾക്കുണ്ടാകും വീട് പണി തുടങ്ങി വെച്ചിട്ടുണ്ടാകും. അവരുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ചവർ വീട് പണി തുടങ്ങിയിട്ടുണ്ടാകും. പിന്നെ അത് മുന്നോട്ട് പോകുവാൻ ഒരുപാട് വർഷങ്ങളെടുത്തിട്ടുണ്ടാകും. കാരണം കയ്യിൽ പണമില്ല. അങ്ങനെ വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും. പണം ഇല്ലാത്തത് കാരണം ഒരുപാട് നമ്മുടെ സ്വപ്നങ്ങളെപ്പോലും നമ്മൾ കരിയിച്ച് കളഞ്ഞിട്ടുള്ള അവസ്ഥകളുണ്ടാകും. അപ്പം അത്തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, സാമ്പത്തികപരമായ ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ദിക്റിനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 1-2 ആഴ്ചകൾ കൊണ്ട്, അല്ലെങ്കിൽ 1-2 ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ഈ ഒറ്റ ദിക്റിനെ ചൊല്ലുന്നതെങ്കിൽ. അല്ലാഹു തആല എല്ലാം കാണുന്നവനും കാരുണ്യവാനും കരുണാനിധിയുമാണ്. നമ്മൾ എത്രത്തോളം അല്ലാഹുവിലേക്ക് അടുക്കുന്നുവോ അത്രക്കും അല്ലാഹു തആല നമ്മളിലേക്കും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരിക തന്നെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് മുത്ത് റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഈ ഒരു ദിക്റിനെ നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മൾ ചൊല്ലുക. ഒരു ദിവസം ചൊല്ലി പരാതി പറയാൻ വരരുത്. എന്നും നമ്മൾ ചൊല്ലേണ്ടത് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാ. ഈ ദിക്റിനെയാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഈ ഒരു ദിക്റിനെ നിങ്ങൾ കാണാതെ പഠിക്കുക. എന്നും നമ്മൾ സലാത്തും ദിക്റുകളൊക്കെ ചൊല്ലുന്നുണ്ടല്ലോ, അതിൻ്റെ കൂടെ തന്നെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു ദിക്റിനെ കൂടെ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്ക് കഴിയുന്ന അത്രയും എണ്ണം നിങ്ങൾ ചൊല്ലുക. നിയ്യത്ത് വെക്കുക. സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഞെരുക്കവും നിങ്ങളുടെ ജീവിതത്തിൽ മരണം വരെ വരാതിരിക്കാനും, നിങ്ങളുടെ കടങ്ങൾ പെട്ടെന്ന് വീട്ടി തീർക്കുവാനും, സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിങ്ങളെ തൊട്ട് ഇല്ലാതെയാകുവാനും, അങ്ങനെ സാമ്പത്തികപരമായി നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇല്ലാതെയാകുവാനുള്ള നിയ്യത്ത് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു ദിക്റിനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് തന്നെ അത്ഭുതം കാണാം. നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും അല്ലാഹു തആല നിങ്ങളെ സഹായിക്കുന്നത് കണ്ടിട്ട്. ഈ ഒരു ദിക്റിനെ ആത്മാർത്ഥമായിട്ട് ചൊല്ലണം. വേണമെങ്കിൽ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, ചൊല്ലി നോക്കാം എന്നൊരു പരീക്ഷണം നിങ്ങൾ ചെയ്ത് നോക്കരുത്. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചൊല്ലി നോക്കണം. അല്ലാഹു തആലയിലേക്ക് അടുത്തുകൊണ്ട് നിങ്ങൾ ചൊല്ലി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിനുള്ള ഉത്തരം കിട്ടും. നിങ്ങൾക്ക് എത്ര വലിയ കോടിക്കണക്കിന് പൈസ കടമുണ്ടെങ്കിലും അത് വീട്ടി തീർക്കുവാൻ റബ്ബ് എളുപ്പവഴി നിങ്ങളിലേക്ക് തരും. ഇൻഷാ അല്ലാഹ് മഹാന്മാർ പഠിപ്പിച്ച് തന്നിട്ടുള്ള ഈ ഒരു ദിക്റിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ അല്ലാഹു തആല നമുക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.